രാവിലെ തന്നെ ഇന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കി സൂര്യനൊക്കെ വരുന്നുണ്ട്. കാരണം നല്ല തണുപ്പാണ് ഇപ്പോൾ. അപ്പോൾ സൂര്യനൊക്കെ വരുന്ന കണ്ടോടൊപ്പം വിചാരിക്കാം ഇന്ന് ചിലപ്പോൾ ഇച്ചിരി നല്ല വെയിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പരിപാടി എന്താണെന്നറിയാമോ? ഇന്ന് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേത്തി പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. രാത്രി തന്നെ ഞാൻ മേത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് രാവിലെ അത്ര പണിയില്ല. കാരണം മേത്തിയുടെ ഇല ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ്. അത് അരിഞ്ഞ് പെറുക്കിയൊക്കെ വരുമ്പോൾ നല്ല സമയമെടുക്കും. അപ്പോൾ രാവിലെ എല്ലാം കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. മേത്തി പൊറോട്ടയെന്ന് പറഞ്ഞാൽ മേത്തിയുടെ ഇല എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്. ഇവിടെ കൂടുതലും നോർത്തിലായതുകൊണ്ട് സ്കൂളിൽ മക്കൾ ലഞ്ചായിട്ട് കൊണ്ടുവരുന്നത് എപ്പോഴും മേത്തി പൊറോട്ട, പത്ത പൊറോട്ട, ആലു പൊറോട്ട, ഗോബി പൊറോട്ട അങ്ങനത്തെ പൊറോട്ടകളാണ്. നമ്മുടെ സൈഡിലെ ഇഡലി ദോശയൊക്കെ അങ്ങനെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരത്തുള്ളൂ. സൗത്ത് സൈഡിലുള്ള കുട്ടികളെ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ കൂടുതലും മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷ, അതെങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പൊറോട്ടയൊക്കെ കൊണ്ടുവരാൻ. അപ്പോൾ അത്ര വൃത്തിയായിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഒരുവിധം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കൊണ്ട് കുറേ വീഡിയോസൊക്കെ നോക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മളിതിനകത്ത് കടലമാവും വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കണം, അത് പേസ്റ്റ് ചേർക്കണം. അതുപോലെ തന്നെ കടലമാവിനോട് ഗോതമ്പ് പൊടി സമസം എടുക്കണം. അതിനകത്ത് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടാണ് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുത്ത്. ഹിന്ദിക്കാരത് കുഴച്ചല്ല എടുക്കുന്നത്, പരത്തിയല്ല എടുക്കുന്നത് കേട്ടോ. അവരത് വെള്ളം വെച്ച് കൈ വെച്ച് ഇങ്ങനെ പരത്തി, നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ അവരിങ്ങനെ കൈ കൊണ്ട് പരത്തി എടുക്കും നൈസായിട്ട്. നമുക്ക് അത്രയും അറിയാത്തതുകൊണ്ട് ഞാനിത് പൊടിയൊക്കെ ഇട്ടാണ് പരത്തിയെടുക്കുന്നത്. ഹിന്ദിക്കാരിത് കാണുകയാണെങ്കിൽ അവർ വിചാരിക്കും ഇതാണോ മേത്തി പൊറോട്ട എന്ന്. കാരണം അവരുണ്ടാക്കുന്നത് ഭയങ്കര വ്യത്യാസമായിട്ടൊക്കെയാണ്. എനിക്കറിയാവുന്ന രീതി എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മേത്തി പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് അവർക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 11 മണിയാണ്. അവർക്ക് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 7 മണിയാകുമ്പോഴത്തേനും അവരുടെ ബസ് വരും. കറക്റ്റ് 8 മണിയാകുമ്പോൾ അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 11 മണിക്ക് അവർക്ക് ലഞ്ച് ബ്രേക്ക് തുടങ്ങും. കറക്റ്റ് 2 മണിയാകുമ്പോൾ സ്കൂൾ വിടും കേട്ടോ. 2 മണിയാകുമ്പോഴത്തേനും മക്കൾ വീട്ടിൽ വരും. അപ്പോഴാണ് അവർ ചോറൊക്കെ വീട്ടിൽ വന്നിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ മീനോ ഇറച്ചിയോ അങ്ങനത്തെ ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികളായതുകൊണ്ട് അവർക്കതൊന്നും പറ്റത്തില്ല. അതുവരെ ചിക്കനൊക്കെ നോർത്തിൽ ഭയങ്കര കുറച്ചല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിൽ ഒട്ടും അലൗഡല്ല ഒന്നും കൊണ്ടുപോകാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ പണിയും പൊറോട്ട എല്ലാം ആക്കി കഴിഞ്ഞ് അത് വെച്ചപ്പോഴത്തേനും ഏട്ടൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊരു കോഫി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ഡ്യൂട്ടിക്ക് പോയതല്ലേ. അപ്പോൾ രാവിലെ വരുമ്പോൾ എങ്ങനെ പോലെ ഏട്ടൻ വന്നതൊരു 6:30 സമയങ്ങളായി. അപ്പോൾ തന്നെ അവർക്കുള്ള പരിപാടി, ഏട്ടനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്, തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഫി എടുത്ത് കഴിഞ്ഞ് ഏട്ടന് കൊണ്ട് കോഫി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവന്മാർക്കുള്ള പാല് തിളപ്പീരാണ് കേട്ടോ. അവന്മാർ എങ്ങനെയും ഇത് ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിപ്പിച്ച് വിടണമെന്ന്. കാരണം 7 മണിയാകുമ്പോൾ ബസ് വരുന്നില്ലേ. അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും തലവേദന എടുക്കണോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. ഭയങ്കരമാണ് മെനക്കേടാണ് രണ്ടുപേരെ കുടിപ്പിച്ച് വിടാമെന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ലഞ്ച് പാക്ക് ചെയ്യണേ. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചാൽ ഈ മേത്തി പൊറോട്ടയ്ക്ക് ചോദിച്ചാൽ എന്താണ് കറി കൊടുത്തു വിടുന്നത്. ഇതിന് ശരിക്കും എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാർ ഉപയോഗിക്കുന്നത് അച്ചാറും തൈരുമാണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഇളയ മോനിന് പ്രത്യേകിച്ച് അവന് ഇതിന് കറി വേണ്ട. കാരണം ഇതിനകത്തെല്ലാം ചേരുന്നതുകൊണ്ട് അവന് ഞാൻ കറിയൊന്നും എടുത്തിട്ടില്ല. അവന് ഞാൻ ഇതിനകത്ത് അച്ചാറാണ് ഇട്ട് കൊടുക്കുന്നത്. അവർ അച്ചാർ മതി എന്ന് പറയും. കാരണം ഇതിന് എല്ലാ ടേസ്റ്റും ഉണ്ടല്ലോ. ഇതിന് പ്രത്യേകിച്ചൊരു കൂട്ടാൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. വേണ്ടവർ കഴിക്കുക, എനിക്ക് തോന്നാത്തതുകൊണ്ടാണെന്നൊന്നും അത് അവന്മാർക്ക് അത്ര വേണ്ട കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവന്മാർക്ക് ഫുഡ് കഴിക്കാൻ എടുത്തതാണ്. ഇത് കഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ ഞാൻ കുത്തി നിറച്ച് കൊടുക്കുന്നതുകൊണ്ട് മാത്രം അവന്മാർ കഴിക്കുന്നതല്ല, അവന്മാർ കഴിക്കത്തില്ല. എൻ്റെ നിർബന്ധത്തിൻ്റെ പേരിൽ കൊണ്ട് കഴിപ്പിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവന്മാർക്ക് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ വെച്ചപ്പോഴത്തേനാണ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന സാധനങ്ങളെല്ലാം ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അതെല്ലാം എടുത്ത് മാറ്റി വെച്ച് നേരത്തെ അല്ലെങ്കിൽ എടുത്ത് കഴുകാൻ എടുത്തിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ല അതെടുത്ത് നേരെ ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുപോയതിൻ്റെ കാര്യം അത് നേരെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവന്മാരെ കഴിക്കാതിരുത്തിയപ്പോഴത്തേന് എൻ്റെ ഇളയ മോൻ വന്ന് എന്താ നോക്കണേന്നറിയാമോ? അതിനകത്ത് ഏതാണ് ചെറിയ പൊറോട്ട എന്ന്. എന്നാൽ ചെറിയ പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞാൽ അവനത് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൻ കഴിക്കാതിരിക്കുന്നത് കേട്ടോ. വലുത് കഴിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അവൻ ചെറുത് നോക്കിയിരുന്ന് കഴിക്കുകയാണ്. അപ്പോഴത്തേന് മൂത്ത ആളവിടെ വിളക്കെത്തിരാണ്. കുട്ടി വിളക്ക് എത്തിച്ചിട്ടേ സ്കൂളിൽ പോയിട്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ പരീക്ഷയൊക്കെയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വിളക്ക് എത്തിച്ചിട്ടൊക്കെ പോകുന്നൊരു സ്വഭാവമാണല്ലോ. കുട്ടി അതിൽ ഫോളോ ചെയ്യുന്ന വരുന്നതാണ്. അവൻ അതൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ വിളക്കത്തി നടക്കട്ടെ. ഞാൻ അപ്പോഴത്തേനും ബാഗെല്ലാം പാക്ക് ചെയ്ത് ടിഫിനെല്ലാം വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് പരീക്ഷ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. നേരെ അവനക്ക് കഴിക്കാൻ ഒന്നും നിർബന്ധിച്ചെല്ലാം കഴിച്ചപ്പോഴത്തേനും ബസ്സെല്ലാം വന്ന് നേരെ ഇനി അമ്മമാരെ കൊണ്ടുവിട്ടിട്ട് വരാം. അപ്പോൾ അവരെ വിട്ടിട്ട് വന്നു.